Hi dear friends, welcome to Willie's Family Vlog. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങൾക്ക്, ഒരു വയസ്സായുള്ള കുട്ടികൾക്കൊക്കെ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഉപകരിക്കുന്ന നല്ലൊരു ടോയാണ്. നമുക്കറിയാം, കുട്ടികളുടെ ഏജ് അനുസരിച്ച് നമ്മൾ അവർക്ക് ടോയ്സ് വാങ്ങിക്കൊടുക്കും. അപ്പോൾ അങ്ങനെ അവരുടെ ഈ സ്കില്ലുകളെല്ലാം ഡെവലപ്പ് ചെയ്യാനും അങ്ങനെ അതുവഴി ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ടോയാണെന്ന് നിങ്ങളായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ പേര് ഡാൻസിങ് കാക്ടസ് അല്ലെങ്കിൽ ടോക്കിംഗ് കാക്ടസ് എന്നാണ്. നിങ്ങൾ പല വീഡിയോസുകളിലും ഈ ഡാൻസിങ് കാക്ടസ് കണ്ടിട്ടുണ്ടാവും. അപ്പം ആ ഡാൻസിങ് കാക്ടസ്, അതിൻ്റെ ഉപയോഗങ്ങൾ, അതിൻ്റെ ബെനഫിറ്റ്സുകളൊക്കെ എങ്ങനെയാണ് കുട്ടികളെ അത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നത് തുടങ്ങിയതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. So once again, welcome to Willie's Family Vlog. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഡാൻസിങ് കാക്ടസ് അല്ലെങ്കിൽ ടോക്കിംഗ് കാക്ടസ് എന്നറിയപ്പെടുന്ന ആ ഒരു ടോയിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത് സാധാരണ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് കൂടാതെ തന്നെ ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡാൻസിങ് കാക്ടസ് എന്ന് പറയുന്ന ടോയ് ഉപയോഗിക്കപ്പെടാറുണ്ട്. അപ്പം ഇതാണ് ഡാൻസിങ് കാക്ടസ് എന്നറിയപ്പെടുന്ന ഈ പറയുന്ന ടോയ്. ഈ ടോയ് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. അപ്പം ഇതിൻ്റെ MRP വരുന്നത് 1999 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. പക്ഷേ എനിക്കതൊരു 400 രൂപയ്ക്ക് ആമസോണിൽ നിന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ പേര് ഡാൻസിങ് കാക്ടസ് എന്നാണ്. പക്ഷേ ചില സ്ഥലത്തൊക്കെ ഇത് ടോക്കിംഗ് കാക്ടസ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്ത് നമുക്കത് പിന്നെ കുട്ടികൾക്ക് അത് എങ്ങനെയൊക്കെയാണ് ബെനിഫിറ്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ബോക്സിനകത്ത് പറയുന്നുണ്ട് സിങ്സ് 20 to 120 സോങ്സ്, ഒരു 20 മുതൽ 120 വരെ സോങ്ങുകളുണ്ട്. പിന്നെ ഗ്ലോയിങ് ആണ്, റീചാർജബിൾ ആണ്, പിന്നെ മിമിക്കിംഗ് ഉണ്ട്, റിപ്പീറ്റ്സ് വാട്ട് യു സേ, റെക്കോർഡിങ്, സിംഗിങ്, ഡാൻസിങ്, അങ്ങനെ ഇതൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം വെച്ചാൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതുണ്ടോ, 3 years plus എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 3 വയസ്സായ കുട്ടികൾ തൊട്ടിട്ടാണ് ഈ ഡാൻസിങ് കാക്ടസ് കൊടുക്കേണ്ടത് എന്നാണ്. പക്ഷേ ഞാൻ കുട്ടിമാമന്, എൻ്റെ കൊച്ചിന്, ഞാൻ അവനൊരു 9 മാസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ അവന് ഈ ഡാൻസിങ് കാക്ടസ് കൊടുത്തു തുടങ്ങുകയാണ്. അപ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമുക്കതൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതിനോടൊപ്പം തന്നെ ഒരു കേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അതായത് യൂസ് ഫോർ 1 hour, ചാർജ് ഫോർ 3 hours എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് 1 മണിക്കൂർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 hours ഇത് ചാർജ് ചെയ്ത് ഇടണം. അപ്പോൾ ഇത് റീചാർജബിൾ ആയതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കോഡ് വയർ ഇതിനൊപ്പം വന്നിട്ടുണ്ട്. ഇതാണ് ഈ നമ്മുടെ ഡാൻസിങ് കാക്ടസ് എന്നറിയപ്പെടുന്ന ഈ ടോയ്. ഇതൊരു ചെടിച്ചട്ടിയിൽ ഒരു കാക്ടസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പിന്നെ കള്ളിമുൾ ചെടിയാണ്. അപ്പോൾ ഒരു ചെടിച്ചട്ടിയിലുള്ള കള്ളിമുൾ ചെടിയാണ്. അപ്പം ഇതിൻ്റെ ബ്രൗൺ ആണ്, ഇതിന് ഒരു ഗ്രീൻ കളറൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത് ചാർജ് ചെയ്യണം. ഫസ്റ്റ് ചാർജ് ചെയ്താൽ മാത്രമേ ഇതെങ്ങനെ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാൻ പറ്റും. ഇവിടെ ഒരു ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ കേബിൾ കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു സ്ലോട്ടുണ്ട്. പിന്നെ സോങ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെയൊക്കെയാണ് സോങ്സ് എന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമുക്കിത് ഫസ്റ്റ് 3 മണിക്കൂർ നമുക്ക് കുത്തിയിടാം. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഇതിപ്പോൾ നമ്മൾ 3 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുള്ള ഡാൻസിങ് കാക്ടസ് ആണ്. 3 മണിക്കൂർ നമ്മൾ കുത്തിയിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ഒരു ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ഉണ്ട്. ഇത് ഓഫിലാണ് കിടക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഓൺ ആക്കി നോക്കാം. ജസ്റ്റ് ഓണാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇതാണ് നമ്മളിപ്പോൾ പറയുന്നത് എന്താണോ അത് നേരെ തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് ഓഫാക്കുവാണ്, കാരണം നമ്മൾ എന്ത് പറഞ്ഞാൽ തിരിച്ച് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഓഫാക്കുകയാണ്. വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുണ്ടോ, ഇതിനകത്ത് നമുക്ക് ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ കുട്ടികൾക്ക് നന്നായി കണ്ണ്, അതായത് ഈ ലൈറ്റ് കാണുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം.
അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇനി ഇതിന് പിന്നെ ഡാൻസ് ചെയ്യാനുള്ള ഒരു നമുക്ക് കാണാം കേട്ടോ, ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഡാൻസ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ചെയ്യുന്നുണ്ട് സാധനം കണ്ടോ. അപ്പോൾ അത് ഡാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ ഇതിനകത്ത് പിന്നെ സോങ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് ഇവിടെയായിട്ടാണ് കണ്ടോ, ഇവിടെയായിട്ടാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ആ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം നമുക്ക്. സോറി, അത് ഓഫായിരുന്നു. അപ്പോൾ ഓണാക്കിയിട്ടിട്ട് നമ്മൾ ജസ്റ്റ് സ്വിച്ച് അതിൻ്റെ ഒന്നേക്ക് നോക്കാം. അവർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സോങ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന്, ഇതിന് ലൈറ്റ് ഉണ്ട്. പിന്നെ രണ്ടാമത് ഇത് ഡാൻസ് ചെയ്യും, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം തിരിച്ച് സംസാരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്യാക്ടസ്, ഡാൻസിങ് ക്യാക്ടസ് എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് ബെനിഫിറ്റ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്.